ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ PSC. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ അധ്യായമായിട്ടുള്ള അധികാരം ജനങ്ങൾക്ക് എന്നുള്ള ആ ഒരു പാഠഭാഗമാണ്. ഇതിലാദ്യം ഒരു പൂക്കോട്ടുമല മാതൃക, വികസനത്തിൻ്റെ പൂക്കോട്ടുമല മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അവിടെ താഴെ കാണാം. പൂക്കോട്ടുമല ഗ്രാമത്തെക്കുറിച്ചുള്ള വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ. ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് സുസ്ഥിര പുരോഗതി കൈവരിച്ച ഗ്രാമമാണ് പൂക്കോട്ടുമല. ഭക്ഷ്യ സ്വയം പര്യാപ്തത, തണ്ണീർത്തട വികസനം, എല്ലാ വാർഡുകളിലും പച്ചത്തുരുത്തുകൾ, തരിശുരഹിത ഗ്രാമം, ജലസമൃദ്ധി പദ്ധതി, ഫിലമെന്റ് രഹിത ഗ്രാമം തുടങ്ങി അനവധി വികസന പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ വിവിധ വാർഡുകളിലായി നടപ്പിലാക്കിയിട്ടുള്ളത്. ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തവും ആസൂത്രണവും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും ജനങ്ങളുടെ അർപ്പണ മനോഭാവവുമാണ് പൂക്കോട്ടുമല ഗ്രാമത്തിൻ്റെ വികസനം ഇത്തരത്തിൽ സാധ്യമാക്കിയത്. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭകളെ അടുത്തറിയുമ്പോൾ, ഇവിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ള രീതിയിലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ വാർഡിലെ ഗ്രാമസഭ ആദ്യമായി സന്ദർശിച്ചത്. പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയുന്നത് എപ്രകാരമാണെന്ന് എനിക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. അപ്പോൾ എന്താണ്, ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന ഒരു സഭയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾക്ക് മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവസരമുണ്ടാകുമെന്നത് എനിക്ക് കിട്ടിയ പുതിയ അറിവാണ്. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. പൗരസമത്വവും തുല്യാവകാശവും ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭ എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നതെന്ന് കൺവീനറായ വാർഡ് മെമ്പറും പറയുകയുണ്ടായി. നമ്മുടെയെല്ലാം സജീവ പങ്കാളിത്തം ഉണ്ടാകേണ്ട ഇടമാണ് ഗ്രാമസഭകൾ എന്ന് എനിക്ക് ബോധ്യമായി. ഇനി നമുക്കവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1, പോസ്റ്റിൽ എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഗ്രാമസഭകളെ പറ്റിയാണ് ആ ഒരു പോസ്റ്റിൽ പരാമർശിക്കുന്നത്. ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നത്? ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾ മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഉണ്ടാവാറുണ്ട്. അടുത്തതാണ്, ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആര്? ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇനി ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരങ്ങളിലുള്ള സംവിധാനം ഏത്? വാർഡ് സഭ. ഇനി ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? പഞ്ചായത്ത് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. ഇനി എന്തൊക്കെ കാര്യങ്ങളാകാം ഒരു ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാകും ഒരു ഗ്രാമസഭയുടെ അജണ്ടകളെന്ന് ചോദിച്ചാൽ, നാടിൻ്റെ പൊതുവികസനം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പ്രതിഭകളെ ആദരിക്കൽ, വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കൽ, നമുക്ക് മുന്നേറാം സ്ത്രീ ശാക്തീകരണ പദ്ധതി, അതായത് പഞ്ചായത്ത് നടത്തുന്ന പദ്ധതികളെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുന്നത് ഗ്രാമസഭയിലാണ്. ഗ്രാമങ്ങൾ അടിസ്ഥാനമാകുമ്പോൾ, ഇവിടെ പാഠഭാഗത്ത് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ പത്രമായിട്ടുള്ള ഹരിജനിൽ 1942 ജൂലൈ 26 എഴുതിയ ഒരു കുറിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും, ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താൽപ്പര്യം ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും. ഇത് ഗാന്ധിജിയുടെ സ്വപ്നം ആയിട്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകൂ എന്നും ഗാന്ധിജി വിശ്വസിച്ചു. ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെൻറ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. ഇനി അധികാരം വികേന്ദ്രീകരിക്കുമ്പോൾ എന്താണ് നോക്കാം.
അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. ഇനി എന്താണ് അധികാര കേന്ദ്രീകരണം എന്ന് നോക്കാം. അധികാര കേന്ദ്രീകരണം ഭരണകാര്യങ്ങളെ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളിയാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. ഇനി അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം, വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു, സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ഇത്രയുമൊക്കെയാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ. അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങൾ ആയിരുന്നു അവ. പഞ്ച, ആയത് എന്നീ രണ്ട് സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. പഞ്ച എന്ന വാക്കിനർത്ഥം 5 എന്നും ആയത് എന്ന വാക്കിനർത്ഥം യോഗം അഥവാ സമ്മേളനം എന്നുമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പൊതുജീവൻ നൽകിയത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽബന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ബൽബന്ത് റായ് മേത്തയും അശോക് മേത്തയും ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ VFA പരീക്ഷയ്ക്ക് മെയിൻ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് നോക്കാം. എന്തൊക്കെ ശുപാർശകളാണ് അവർ ചെയ്തിട്ടുള്ളത് നോക്കാം. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ 1957 ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ. അപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏതൊക്കെ വേണം? ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നീ 3 തലത്തിലുള്ള പഞ്ചായത്തുകൾ വേണമെന്ന് ശുപാർശ ചെയ്തത് ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ്. ഇത്രയുമായിരുന്നു ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ. ഇനി എന്തൊക്കെയാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ നോക്കാം. അശോക് മേത്ത കമ്മിറ്റി 1978 ഫോം ചെയ്തത്. ഇനി അവരുടെ അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ നമുക്ക് നോക്കാം. ദ്വിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിങ്ങനെ 2 തല പഞ്ചായത്തുകൾ മതി, 3 തലം വേണ്ട എന്ന് അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, പട്ടികജാതി പട്ടികവർഗ സംവരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശുപാർശ ചെയ്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇനി തുടക്കം രാജസ്ഥാനിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. തുടക്കം രാജസ്ഥാനിൽ. ബൽബന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൗർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നു. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളെ പറ്റിയാണ് പറയുന്നത്. ഭരണഘടനാ ഭേദഗതി അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി.
അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ നിയമവും നിലവിൽ വന്നു. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കേണ്ടത് 73, 74 ഭരണഘടനാ ഭേദഗതികൾ നിലവിൽ വന്നത് 1992-ലാണ്. 73-ലാണ് പഞ്ചായത്ത് രാജ് നിലവിൽ വന്നത്. 74-ാമത്തതിലാണ് നഗരപാലികാ നിയമം നിലവിൽ വന്നത്. ഇനി നമുക്ക് 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. 73-ാം ഭരണഘടനാ ഭേദഗതി ഏത് വർഷമായിരുന്നു? 1992, മറക്കരുത്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഭേദഗതി ചെയ്യപ്പെട്ടുള്ളതെന്ന് പറയാം. ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം വേണമെന്ന് പറഞ്ഞതും 73-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. ഇനി 74-ാം ഭരണഘടനാ ഭേദഗതിയിൽ നഗരപാലികാ സംവിധാനത്തെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെന്തൊക്കെയാണ്? നഗരങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാണ് പറഞ്ഞിട്ട്. എന്തൊക്കെയാണത്? മുനിസിപ്പാലിറ്റി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വാർഡ് സഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, 2 തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നഗർ പഞ്ചായത്ത്, അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് വിളിക്കുന്ന അതാണ് നമ്മൾ പറയുന്നത്. അതായത് 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്, നഗർ പഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. പക്ഷേ കേരളത്തിൽ അതറിയപ്പെടുന്നത് മുനിസിപ്പാലിറ്റി എന്നും കോർപ്പറേഷൻ എന്നുമാണ്. ഓക്കെ, ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടനയാണ് പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്ത് രാജ് സംവിധാനമാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിലായിരിക്കും. നഗരപാലിക സംവിധാനമാണെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ അഥവാ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ കോർപ്പറേഷൻ എന്നുള്ള രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയാസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ജനകീയാസൂത്രണം? 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയാസൂത്രണം. ഓക്കെ, ഇനി പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയാസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50%-ആയി ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നുകൂടി ക്ലാസ് കേട്ടു നോക്കാം. ചുമതലകൾ പലവിധം: ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകൽ, ഇതൊക്കെ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇവിടെ ഒരു കഥയിലൂടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എവിടെ നിന്നൊക്കെയാണ് വരുമാനങ്ങൾ ലഭിക്കുന്നത് എന്ന് ഉള്ള രീതിയിൽ പറഞ്ഞു പോകുന്നതാണ്. നമുക്കൊന്ന് കാണാം. മിഴിയും മുത്തശ്ശിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് നമുക്കവിടെ കാണുന്നത്. മിഴി: മുത്തശ്ശി, ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ചുമതലയെക്കുറിച്ച് പഠിച്ചല്ലോ. മുത്തശ്ശി: ആഹാ, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മിഴി: സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പലതും. മുത്തശ്ശി, മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇതൊക്കെ ചെയ്യാനുള്ള വരുമാനം പഞ്ചായത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറയാമോ? മുത്തശ്ശി: മിടുക്കി, നല്ല ചോദ്യം. പഞ്ചായത്തിന് വിവിധ തരം വരുമാന മാർഗങ്ങളുണ്ട്. ഉദാഹരണമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകൾ, ഗ്രാൻറ്റുകൾ, കൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങിയ പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്.
കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാൻറ്റുകളും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതിയിലൊക്കെ കിട്ടുന്ന ഒരു വരുമാനവും ആർക്ക് കിട്ടുന്നുണ്ട്? നമ്മുടെ പഞ്ചായത്തിന് ലഭിക്കുന്നുണ്ട്. മിഴി, മുത്തശ്ശി, കഴിഞ്ഞ ദിവസം അച്ഛൻ കെട്ടിടത്തിൻ്റെ പെർമിറ്റ് എടുക്കാൻ ഫീസ് അടച്ചിരുന്നല്ലോ, അതും പഞ്ചായത്തിൻ്റെ വരുമാന മാർഗത്തിൽ പെടില്ലേ? മുത്തശ്ശി, അതെ, അതും ഉൾപ്പെടും. പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകളും ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസുകളും പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും വരുമാന മാർഗത്തിൽ പെടുന്നു. ഓക്കെ, അതുപോലെ തന്നെ പെർമിറ്റ്, രജിസ്ട്രേഷൻ പോലുള്ള കിട്ടുന്ന ഫീസുകൾ, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള കൺസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പിഴകൾ ചുമത്താറുണ്ട്. പിഴകൾ ചുമത്തുന്നതിലൂടെ കിട്ടുന്ന വരുമാനമൊക്കെ പഞ്ചായത്തിൻ്റെ വരുമാന മാർഗ്ഗങ്ങളാണ്. മിഴി, ആഹാ, അപ്പോൾ ഇത്രയേറെ വരുമാന മാർഗ്ഗങ്ങളുണ്ടല്ലേ? മുത്തശ്ശി, ഉണ്ട്. പക്ഷെ ഓരോ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരും എന്നത് മറക്കണ്ട. പ്രാദേശിക വികസനം സാധ്യമാകണമെങ്കിൽ പഞ്ചായത്തിന് ധാരാളം വരുമാനം വേണ്ടേ? ഇത് മാത്രമല്ല, സർക്കാർ അംഗീകാരത്തോടെ വിവിധ തരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. പ്രതിസന്ധികൾ, വെല്ലുവിളികൾ. അധികാര വികേന്ദ്രീകരണത്തിലൂടെ കേരളം ജനകീയാസൂത്രണം ഉൾപ്പെടെ ഏറെ നേട്ടങ്ങൾ സ്വായത്തമാക്കിയെങ്കിലും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അധികാര വികേന്ദ്രീകരണം 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളും ചൂടെ ചേർക്കുന്നു. എന്തൊക്കെയാണ്? പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത അവസ്ഥ, ഗ്രാമപഞ്ചായത്തുകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ഇവയൊക്കെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ്. ജനാധിപത്യം അർത്ഥവത്താകുന്നത് അധികാരത്തിൽ ജനങ്ങളും പങ്കാളികളാവുമ്പോഴാണ്. അധികാര വികേന്ദ്രീകരണം ഇത് ഉറപ്പാക്കുന്നു. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ചും മുന്നോട്ട് പോവേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുൻപ് നടന്ന ഒന്നിലധികം പരീക്ഷകൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.